നമസ്കാരം. IPL സീസൺ തുടങ്ങും മുൻപ് വരെ കിരീടം നേടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ടീമുകളിൽ ഒന്നായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 5 തവണ വീതം ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ്, സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് എന്നിവരായിരുന്നു ഫേവറേറ്റുകളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 4 ടീമുകളിൽ 3 പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താവുകയായിരുന്നു. പ്ലേ ഓഫിൽ കടന്ന റോയൽസ് ആകട്ടെ ഫൈനലിലും എത്തിയില്ല. സീസൺ ആരംഭിച്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ KKR ഇത്തവണ എല്ലാവരും ഭയക്കുന്ന ടീമാണെന്ന് തെളിയുകയായിരുന്നു. ടീമിൻ്റെ അതിശയിപ്പിക്കുന്ന ബാലൻസും ബാറ്റിംഗ് നിരയിലെ ആഴവുമെല്ലാമായിരുന്നു ഇതിൻ്റെ കാരണം. എല്ലാത്തിനുമുപരിയായി ഗംഭീറിൻ്റെ പ്രത്യേക മേൽനോട്ടവും. മറ്റ് പല ടീമുകളെയും പോലെ ഏതെങ്കിലും ഒരു താരത്തെ അമിതമായി ആശ്രയിക്കുന്നില്ല എന്നതാണ് KKRന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആരും വലിയ സാധ്യത കൽപ്പിക്കാതിരുന്ന KKR എങ്ങനെയാണ് ഇത്തവണ ഇത്ര ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി കപ്പ് നേടിയത്? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിന് പിന്നാലെ നമുക്ക് പറയാനുള്ളത്. KKRന്റെ ആദ്യ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാവുന്നത് മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ ഓപ്പണറുമായ ഗൗതം ഗംഭീറിനെ ഈ സീസണിന് മുന്നോടിയായി മുഖ്യ ഉപദേശകന്റെ റോളിലേക്ക് കൊണ്ടുവന്നത് തന്നെയാണ്. കഴിഞ്ഞ 2 സീസണുകളിലും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഉപദേശകനായിരുന്ന അദ്ദേഹത്തെ ടീമിലെത്തിച്ചത് സർപ്രൈസ് നീക്കം തന്നെയായിരുന്നു. ഇതാണ് KKRന്റെ തലവര മാറ്റിയതിൽ നിർണായകമായി മാറിയതെന്ന് ഉറപ്പിച്ചു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റിനേക്കാൾ ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗൗതം ഗംഭീറിന് സാധിക്കുകയായിരുന്നു. ടീമിൽ സീനിയർ ജൂനിയർ വേർതിരിവ് ഉണ്ടാകില്ല എന്നും 26-ന് നടക്കാനിരിക്കുന്ന IPL ഫൈനലിൽ നമ്മൾ തീർച്ചയായും ഉണ്ടാകണമെന്നുമായിരുന്നു സീസണിന് മുന്നോടിയായി ഗംഭീറിൻ്റെ വാക്കുകൾ. ഫൈനലിൽ കളിക്കണമെന്ന ഗംഭീറിൻ്റെ ഉപദേശം ടീം പ്രാവർത്തികമാക്കുകയും ചെയ്തു. ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ ചേരുവകളും കഴിഞ്ഞ സീസണിൽ തന്നെ KKRന് ഉണ്ടായിരുന്നു. എന്നാൽ കിരീടത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം അതുപോലെ തന്നെ ആത്മവിശ്വാസവുമാണ് KKRന് ആവശ്യമായി ഉണ്ടായിരുന്നത്. അത് നൽകാൻ ഗംഭീറിന് സാധിക്കുകയും ചെയ്തു. ഒന്നിനെയും കൂസാത്ത, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ മടിയില്ലാത്ത ഗൗതം ഗംഭീർ ഇത് KKR ടീമിലേക്കും കുത്തിവെച്ചതോടെ മാറ്റമെല്ലാം തന്നെ കണ്ടറിയുകയായിരുന്നു. ആരെയും തോൽപ്പിച്ച് ചാമ്പ്യന്മാരാകാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ടീമിനെ ബോധ്യമാക്കി കൊടുത്തത് ഗംഭീറിൻ്റെ കഴിവ് തന്നെയാണ്. ഗംഭീറിനെ എത്തിച്ചതിന് ശേഷം KKRന്റെ രണ്ടാമത്തെ മികച്ച നീക്കം എന്നത് പറയാനുള്ളത് ഓസ്ട്രേലിയയുടെ പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബോളറായ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിൽ സ്വന്തമാക്കി എന്നതാണ്. ഏതൊരു മികച്ച ഫ്രാഞ്ചൈസിയും വിജയത്തിനുള്ള അടിത്തറ പാകുന്നത് ലേലത്തിലാണ്. ഇത്തവണ KKR ചെയ്തതും ഇതുതന്നെയാണ്. 24.75 ലക്ഷം രൂപ എന്ന റെക്കോർഡ് തുക വരെ പോകാൻ KKRനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നിംഗ് ശേഷിയുള്ള പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. ഇത്തരമൊരു നീക്കത്തിന് KKR മുതിർന്നതിന് പിന്നിലും ഗംഭീർ തന്നെയാണ് കാരണക്കാരൻ. ബാറ്റിങ്ങിൽ കളി നിയന്ത്രിക്കാൻ ശേഷിയുള്ള പലരുമുണ്ടെങ്കിലും ബൗളിങ്ങിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റിയ ഒരാളെ അത്യാവശ്യമായിരുന്നു. ഈ കുറവാണ് സ്റ്റാർക്കിൻ്റെ വരവോടെ മാറിയതും. സീസണിൽ തുടക്കത്തിൽ നിറം മങ്ങിയെങ്കിലും അവസാന ഘട്ടത്തിലേക്കും സ്റ്റാർക്ക് ശരിക്കും ഹീറോയായി മാറുകയായിരുന്നു. എന്തുകൊണ്ടാണ് താൻ വലിയ മത്സരങ്ങളിലെ താരമാകുന്നത് അല്ലെങ്കിൽ മാച്ച് വിന്നർ ആകുന്നതെന്നത് ക്വാളിഫയറിലെയും ഫൈനലിലെയും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയതിലൂടെ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. KKRന്റെ കിരീട വിജയത്തിൽ നിർണായകമായി മാറിയ മൂന്നാമത്തെ നീക്കം വിൻഡീസ് ഓൾറൗണ്ടർ സുനിൽ നരയനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓപ്പണിങ്ങിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നതാണ്. ഈ നീക്കത്തിന് പിന്നിലും ഗംഭീർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തനിക്കൊപ്പം KKRൽ കളിച്ചിട്ടുള്ള നരയൻ്റെ പ്രകടനശേഷിയിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഇതുതന്നെയാണ് വീണ്ടും ഈ ഒരു ദൗത്യമേൽപ്പിക്കാൻ ഗംഭീറിനെ പ്രേരിപ്പിച്ചത്. ഈ റോള് പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി തന്നെ നരയൻ നിർവഹിക്കുകയും ചെയ്തു. 488 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. കഴിഞ്ഞ 5 സീസണുകളിലായി നരയൻ നേടിയ റൺസിനേക്കാൾ കൂടുതലാണ് ഇത്. T20യിൽ ഏതൊരു ടീമിൻ്റെയും വിജയത്തിന് പിന്നിൽ ശക്തമായൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കാണാൻ സാധിക്കുന്നതാണ്. നരയനൊപ്പം ഫിൽ സോൾട്ട് കൂടി ചേർന്നതോടെ അത് മാരക കോമ്പിനേഷനായി മാറുകയായിരുന്നു. ടീമിന് ഇരുവരും സ്ഫോടകാത്മക തുടക്കങ്ങൾ സ്ഥിരമായി നൽകിയപ്പോൾ ഇത് മധ്യനിരയുടെ സമ്മർദ്ദം കുറയ്ക്കുകയും പിന്നീട് ക്രീസിലെത്തുന്നവരെ അഗ്രസീവായി തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കളിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് കൊൽക്കത്തയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. എന്തായാലും ഈ ഒരു നീക്കങ്ങളിലൂടെ കൊൽക്കത്ത അർഹിക്കുന്ന കപ്പ് തന്നെ നേടി, അല്ലെങ്കിൽ അർഹിക്കുന്ന കിരീടം സ്വന്തമാക്കി എന്നത് തന്നെ നിസ്സംശയം പറയാം.